ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫെമ്മ് നമുക്ക് ഹെയർ കളറായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം ഫെമ്മ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ബ്ലീച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ഫെമ്മ്. ബ്ലീച്ചാണ് ഫെമ്മ്. ഇപ്പോൾ ഫെമ്മിൽ കുറച്ച് ഇപ്പോൾ ഫെമ്മിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഘടകങ്ങളാണ് നമ്മുടെ ഫേസിനെ ബ്ലീച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് ബ്ലീച്ച് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ വൈറ്റ് കളറാക്കും. അപ്പോഴാണ് നമുക്കൊരു ഗ്ലോയും ആ ഒരു ബ്ലീച്ചിൻ്റെ എഫക്റ്റും കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ബ്ലീച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഒരു ബ്ലീച്ച് നമുക്ക് എങ്ങനെ ഒരു ഹെയർ കളറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫെമ്മിൻ്റെ സാധാരണ 40 രൂപയുടെ അല്ലെങ്കിൽ 35 ടു 40, അതാണ് ഇതിൻ്റെ ഫെമ്മിൻ്റെ ഇപ്പോഴത്തെ വില. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 40 രൂപയുടെ ഫെമ്മാണ്. ഗോൾഡൻ ബ്ലീച്ചാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ബ്ലീച്ച് ചെയ്യാൻ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പലപ്പോഴും തെറ്റുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ ബ്ലീച്ച് നമ്മൾ ഹെയർ കളർ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് ഒരു തെറ്റും കൂടാതെ നമുക്ക് ചെയ്താൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫെമ്മ് യൂസ് ചെയ്യുമ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ കളർ മാത്രമേ കിട്ടൂ. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വെറൈറ്റി റെഡ് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് കിട്ടില്ല. ഒരു പെർട്ടിക്കുലർ കളർ മാത്രമേ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫെമ്മ് കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ബ്ലീച്ചിൻ്റെ ക്രീമും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ക്രീമും അമോണിയൻ്റെ പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ തലമുടി എന്ന് പറയുന്നത് ഒരിച്ചിരി എണ്ണ പോലും പാടില്ല. എണ്ണ സംഗതി വർക്കൗട്ട് ആവേയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ഓൾറെഡി എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെയർ അക്സെപ്റ്റ് ചെയ്യില്ല. കളറാണെങ്കിലും ഹൈലൈറ്റർ ആണെങ്കിലും നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുന്ന ഹെയർ നന്നായിട്ട് ഷാമ്പു ചെയ്തേക്കണം. ഷാമ്പു മീൻസ് നന്നായിട്ട് അതിൻ്റെ ആ ഒരു എണ്ണയെല്ലാം മാറ്റിയിരിക്കണം, അതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് ആ ഡ്രൈ ഹെയറിൽ നമ്മൾ ആ വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ഹെയറിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് ലീവ് ചെയ്യാൻ വിട്ടേക്കുക. 15 മിനിറ്റാണ് നമ്മുടെ ഫേസിലെ ഫെമ്മ് പറയുന്നതെങ്കിലും നമുക്ക് ഇച്ചിരി കൂടെ സമയം എടുക്കും നമ്മൾ ഹെയറിൽ സെറ്റ് ആവാൻ. മിനിമം ഒരു 1-2 അവേഴ്സൊക്കെ വേണ്ടി വരും. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.